Did you pay a little extra? ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, റീചാർജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ടാക്സ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പേ ചെയ്യുന്ന ടാക്സുകൾ ഒരുപാടുണ്ട്. Let's decode some taxes that every Indian must pay. ടാക്സസ് ബേസിക്കലി രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് അടക്കേണ്ട ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഗവൺമെന്റിലേക്ക് എത്തിപ്പെടുന്ന ടാക്സ് ആണ്. നമുക്ക് രണ്ടിനെ കുറിച്ച് നോക്കാം. ഡയറക്റ്റ് ടാക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 എണ്ണം, അതേപോലെ തന്നെ ഇൻഡയറക്റ്റില് നമ്മൾ നിർബന്ധമായിട്ട് അടച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 എണ്ണം. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ടാക്സസ്. ഡയറക്റ്റ് ടാക്സുകളെ കുറിച്ച് പറഞ്ഞോളാം. ഡയറക്റ്റ് ടാക്സ് ബേസിക്കലി എല്ലാ ഇൻഡിവിജ്വലും ഗവൺമെന്റിൽ ഡയറക്റ്റ് അടക്കേണ്ട അല്ലെങ്കിൽ നേരിട്ട് അടക്കേണ്ട ടാക്സുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എല്ലാ ബഡ്ജറ്റിലും അതിന്റെ സ്ലാബുകൾ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും. ആ സ്ലാബിന് മുകളിൽ ആർക്കൊക്കെ ഇൻകം ഉണ്ടോ, അത് സാലറി ആയിട്ടാവാം, അല്ലെങ്കിൽ ആൾ നടത്തുന്ന കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളാവാം. ഈ ലാഭങ്ങളിൽ നിന്ന് ആൾക്ക് പേഴ്സണലി കിട്ടുന്ന മൊത്തം ഇൻകത്തിൽ ഗവൺമെന്റ് പറഞ്ഞ സ്ലാബിന് മുകളിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിന് മുഴുവനായിട്ടും നമ്മൾ ടാക്സ് അടക്കണം. ഈ ടാക്സിനാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആയാലും അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയിലാവാം, ഡൊമസ്റ്റിക് കമ്പനിയിലാകാം, അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ്, ബെനിഫിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് അതിലും ഗവൺമെന്റ് നിശ്ചയിച്ച സ്ലാബുകളുണ്ട്. ആ സ്ലാബിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഈ ടാക്സിനാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇത് അടക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുന്ന ആൾക്കാരൊക്കെയാണ്. അതിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇവരൊക്കെ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേമിലും ലോങ് ടേമിലും ഇൻകം ഉണ്ട്. ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് സ്ലാബ് മാറും കേട്ടോ. എത്രയാണ് അടക്കേണ്ടത്, എത്ര വെച്ചാണ് അടക്കേണ്ടത് എന്നുള്ളത് ഷോർട്ട് ടേം ഇൻകം ആണോ ലോങ് ടേം ഇൻകം ആണോ എന്നനുസരിച്ചാണ്. ഷോർട്ട് ടേം ഇൻകം ബേസിക്കലി 6 മാസത്തിനുള്ളിൽ കിട്ടുന്നതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകം ഷോർട്ട് ടേം ഇൻകം ആണ്. അതിന് മുകളിലാണെങ്കിൽ അത് ലോങ് ടേം ആണ്. ഈ ടാക്സിന് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് വിളിക്കാം. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് നോക്കി തുടങ്ങാം. ഇൻഡയറക്റ്റ് ടാക്സ് ആക്ച്വലി നമുക്ക് ഗവൺമെന്റിൽ അടക്കാതെ അത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും അടച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മൾ അറിയാതെ പോകുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ വളരെ എല്ലാവർക്കും പോപ്പുലർ ആയതാണ് GST. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും നോക്കാം. GST എന്ന് പറയുമ്പോൾ ബേസിക്കലി മുമ്പ് ഓരോ കാര്യങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിന് ഓരോ ടാക്സുകളായിരുന്നു. വാറ്റ് എന്നുള്ള പേരിൽ, വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള പേരിൽ, പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കിടന്ന ഒരുപാട് ടാക്സുകളെ ഒരുമിച്ച് ഒരു കൊടക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ 2017 ഉണ്ടാക്കിയ ഒരു ടാക്സ് പ്ലാൻ ആണ് GST. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. സോ പേരിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഗുഡ്സുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസുകളിലും GST ഇൻബിൽട്ട് ആയിരിക്കും. ഏറ്റവും പോപ്പുലറായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടൽ ബിൽസ് ഒക്കെ നോക്കുമ്പോഴാണ് GST കണ്ട് ഞെട്ടാറുള്ളത്. സോ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമുക്കിപ്പോൾ GST പോകുന്നുണ്ട്. ഓക്കെ, GST ബേസിക്കലി നമ്മൾ വാങ്ങുന്ന ഓരോ മുട്ടായിയുടെ പാക്കറ്റിൽ പോലും അതിന്റെ പ്രൈസിങ്ങിൽ വളരെ ചെറുതായിട്ട് GST എന്ന് കൊടുത്ത കാണിക്കും. സോ GST ആരാണ് ഗവൺമെന്റിലേക്ക് അടക്കുന്നത് എന്നുള്ളത് അതൊരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ്. പ്രൊഡ്യൂസേഴ്സിന്റെ അവർക്ക് കിട്ടുന്നത് അവർ വെക്കുന്ന ആളെന്ന്, അല്ലെങ്കിൽ റീറ്റെയിലറോ ഹോൾസെയിലറോ ആവാം, അവര് പ്രൊഡ്യൂസേഴ്സിന് അത് കൊടുക്കും ആൻഡ് റീറ്റെയിലേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് അത് മേടിക്കും. ഇതാണ് ഗവൺമെന്റിലേക്ക് GST എത്തുന്ന ഒരു വേ ഓഫ് പാത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെയിൻ എന്ന് പറയാൻ പറ്റും. അടുത്തത് എക്സൈസ് ഡ്യൂട്ടിയാണ്. എക്സൈസ് ഡ്യൂട്ടി ബേസിക്കലി GST ഉണ്ടായിരിക്കാത്ത തന്നെ പല പ്രൊഡക്റ്റുകൾക്കും ഡ്യൂട്ടീസ് ഉണ്ട്. ആൽക്കഹോളിക് പ്രൊഡക്ട്സ് ആവാം, ടൊബാക്കോസ് ആവാം, ഇങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇതിലൊക്കെ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതാണ് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഫൈനലി കസ്റ്റംസ് ഡ്യൂട്ടി. നമുക്ക് ഗുഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടോ പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടിന് മുകളിൽ ചുമത്തുന്ന ഒരു ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. സോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആയിട്ട് അടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അടക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടാക്സുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടക്കുന്ന ഡയറക്റ്റ് ടാക്സുകളും നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഗവൺമെന്റിലേക്ക് എത്തിപ്പെടുന്ന ഇൻഡയറക്റ്റ് ടാക്സ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്യാച്ച് ഓൺ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.